ബി.ജെ.പി. ദേശീയ അധ്യക്ഷൻ നിതിൻ നബീന്റെ ടീമിനെ പ്രഖ്യാപിച്ചപ്പോൾ വനിതകൾക്ക് ഉയർന്ന പങ്കാളിത്തമാണ് ലഭിച്ചത്. വരാനിരിക്കുന്ന യു.പി., പഞ്ചാബ് അടക്കം നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായാണ് ബി.ജെ.പിയുടെ പുതിയ ഭാരവാഹി സംഘത്തെ പ്രഖ്യാപിച്ചത്. അനുഭവസമ്പന്നരായ മുതിർന്ന നേതാക്കൾക്കും യുവ നേതാക്കൾക്കും ഒരുപോലെ പ്രാധാന്യം നൽകിക്കൊണ്ടാണ് പുതിയ പട്ടിക. പാർട്ടി സംഘടനയിൽ ദേശീയ ജനറൽ സെക്രട്ടറിയെ ചുമതലയേറ്റ സ്മൃതി ഇറാനിയുടെ തിരിച്ചുവരവാണ് പട്ടികയിലെ ഏറ്റവും ശ്രദ്ധേയമായ നീക്കം. മുൻ രാജസ്ഥാൻ മുഖ്യമന്ത്രി വസുന്ധര രാജെ ബി.ജെ.പി. ദേശീയ വൈസ് പ്രസിഡന്റായി തുടരും. പാർട്ടിയുടെ ഉയർന്ന പദവികളിൽ വനിതകൾക്ക് കൂടുതൽ പങ്കാളിത്തം ഉറപ്പാക്കുന്നതാണ് പുതിയ പട്ടിക. 13 ദേശീയ വൈസ് പ്രസിഡന്റുമാരിൽ 6 പേരും വനിതകളാണ്. കൂടാതെ 4 വനിതാ സെക്രട്ടറിമാരും ഒരു ജനറൽ സെക്രട്ടറിയും പുതിയ നിരയിലുണ്ട്. മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള 2 നേതാക്കളും ഭാരവാഹി പട്ടികയിൽ ഇടം പിടിച്ചു. ദക്ഷിണേന്ത്യൻ കിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് വലിയ പ്രാതിനിധ്യമുണ്ട്. കേരളം, പശ്ചിമ ബംഗാൾ, ഒഡീഷ, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള നേതാക്കൾക്ക് വൈസ് പ്രസിഡന്റ്, സെക്രട്ടറി പദവികളുണ്ട്. കേരളത്തിൽ നിന്നും കെ സുരേന്ദ്രൻ ദേശീയ സെക്രട്ടറി പദവിയിലും എത്തി. ആം ആദ്മി പാർട്ടിയിൽ നിന്നും രാജിവെച്ച് ബി.ജെ.പിയിൽ ചേർന്ന സന്ദീപ് പഥക്കിനെ ദേശീയ സെക്രട്ടറിയായും സംബിത് പാത്രയെ വടക്ക് കിഴക്കൻ മേഖലയെ അതിന്റെ കോർഡിനേറ്ററായുമാണ് നിയമിച്ചത്. ബി.ജെ.പിയുടെ പുതിയ ഭാരവാഹി നിരയിൽ ദേശീയ ജനറൽ സെക്രട്ടറിയായി നിയമിക്കപ്പെട്ടതോടെ മുൻ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി പാർട്ടിയുടെ പ്രമുഖ സംഘടനാ പദവിയിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. 2024 പൊതുതെരഞ്ഞെടുപ്പിൽ അമേഠി ലോക്സഭാ മണ്ഡലത്തിൽ നേരിട്ട പരാജയത്തിന് ശേഷം 2 വർഷത്തിലേറെയായി സജീവ പാർട്ടി ഭാരവാഹിത്വങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുകയായിരുന്നു അവർ. പുതിയ ഉത്തരവാദിത്തത്തോടെ ബി.ജെ.പിയുടെ നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുന്ന മുൻനിര നേതൃത്വത്തിലേക്കും മടങ്ങിയെത്തി. കേന്ദ്ര മന്ത്രിസഭയിൽ നിരവധി പ്രധാനപ്പെട്ട മന്ത്രാലയങ്ങളുടെ ചുമതലകൾ സ്മൃതി ഇറാനി കാര്യക്ഷമമായി കൈകാര്യം ചെയ്തിട്ടുണ്ട്. 2019 മുതൽ 2024 വരെ കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രിയായും 2022 മുതൽ 2024 വരെ കേന്ദ്ര ന്യൂനപക്ഷ ക്ഷേമ മന്ത്രിയായും അവർ പ്രവർത്തിച്ചു. ഇതിനു പുറമെ മുൻപ് ടെക്സ്റ്റൈൽസ്, ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ്, മനുഷ്യവിഭവശേഷി വികസനം എന്നീ പ്രമുഖ മന്ത്രാലയങ്ങളുടെ ചുമതലകളും അവർ വഹിച്ചിരുന്നു. പാർലമെന്ററി രംഗത്ത് 2011 മുതൽ 2019 വരെ രാജ്യസഭാ അംഗമായും 2019 മുതൽ 2024 വരെ അമേഠിയിൽ നിന്നുള്ള ലോക്സഭാ അംഗമായും ജനങ്ങളെ പ്രതിനിധീകരിച്ചു. ഇന്ത്യൻ ടെലിവിഷൻ ചരിത്രത്തിൽ തരംഗം സൃഷ്ടിച്ച ക്യുംകി സാസ് ഭി കഭി ബഹുതി എന്ന ജനപ്രിയ പരമ്പരയിലെ തുളസി വിറാനി എന്ന കഥാപാത്രത്തിലൂടെയാണ് അവർ രാജ്യവ്യാപകമായി ശ്രദ്ധ നേടിയത്. വിനോദരംഗത്തു നിന്നുള്ള ഈ ജനപ്രീതി പിൽക്കാലത്ത് അവരുടെ രാഷ്ട്രീയ വളർച്ചയ്ക്ക് വലിയ സഹായമായി. നിലവിൽ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് പുറമെ അന്താരാഷ്ട്ര വേദിയിലെ പങ്കാളിത്തം, മാധ്യമ അഭിമുഖങ്ങൾ, ടെലിവിഷൻ നിർമ്മാണ മേഖലയിലേക്കുള്ള ഇടപെടലുകൾ എന്നിവയിലൂടെ വിനോദ മാധ്യമ രംഗത്തും അവർ തങ്ങളുടെ സാന്നിധ്യം ഉറപ്പിക്കുകയാണ്. എന്തായാലും ദേശീയ വൈസ് പ്രസിഡന്റുമാർ ഇവരൊക്കെയാണ്: വസുന്ധര രാജെ രാജസ്ഥാൻ, തീരത്ത് സിംഗ് റാവത്ത് ഉത്തരാഖണ്ഡ്, രാം മാധവ് ഡൽഹി, ബൈജയന്ത് ജയ് പാണ്ഡ ഒഡീഷ, ജി പുരന്ദേശ്വരി ആന്ധ്രാപ്രദേശ്, രേഖാ വർമ്മ ഉത്തർപ്രദേശ്, സർദാർ മൻപ്രീത് സിംഗ് ബാദൽ പഞ്ചാബ്, വർഷാബെൻ നരേന്ദ്രഭായ് ദോഷി ഗുജറാത്ത്, ഡോക്ടർ ഭാരതി പ്രവീൺ പവാർ മഹാരാഷ്ട്ര, ലാൽ സിംഗ് ആര്യ മധ്യപ്രദേശ്, എം നാഗരാജ് കർണാടക, താരിഖ് മൻസൂർ ഉത്തർപ്രദേശ്, മധു ചന്ദക്കർ പശ്ചിമ ബംഗാൾ എന്നിവരാണ്.